മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അപ്പൊ അങ്ങനെ ദേ ആവണിയുടെ മണിമാളികളിൽ നിന്ന് നമ്മൾ വിട പറയുന്നു. മിഥുൻ 1 മിനിറ്റ്. ഞാൻ എൻ്റെ ചാർജർ റൂമിൽ നിന്ന് എടുത്തിട്ടില്ല, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ശിവ താറിൽ നിന്നിറങ്ങി വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ആരെങ്കിലും എന്തെങ്കിലും മറന്നിട്ടുണ്ടോ നോക്ക്. ഡാ കാർത്തി, റൂമിൽ നിന്നെല്ലാം എടുത്തില്ലേ? ഓ എല്ലാം എടുത്തു. ഡാ ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ആ നീ ഇനി മുകളിലേക്ക് പോകണ കാർത്തി? മുകളിലേക്കോ? ഇവിടെ പുറത്തൊരു വാഷ്റൂമുണ്ട്. ആ എന്നാ വേഗം മുള്ളിയേച്ച് വാ. ഗായ്സ്, ആർക്കെങ്കിലും വാഷ്റൂമിൽ പോകണ്ടേ പൊക്കോ, ഇനി നമ്മുടെ പടക്കുതിര ഇവിടെ അടുത്തൊന്നും നിർത്തിയില്ല. അരുൺ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവ റൂമിൽ നിന്നും ചാർജർ എടുത്ത് താഴേക്ക് നടക്കവെയാണ് ലഗേജ് എല്ലാം റെഡിയാക്കി ഡ്രൈവറുടെ അടുത്ത് ബാഗ് കൊടുക്കുന്ന അശോകിനെ കണ്ടത്. അവനെ കണ്ടതും അവൾ വേഗം തൂണിൽ ചാരി നിന്നു. ഡ്രൈവർ, വണ്ടി ഓക്കെ അല്ലേ? ഷാർപ്പ് 4 o'clock തന്നെ അവിടെ എത്തണം. എല്ലാം ഓക്കെയാണ് സാർ. മെക്കാനിക്കൽ വിളിച്ച് വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക്. ഒരു തരത്തിലും യാത്രയിൽ ബുദ്ധിമുട്ട് വരരുത്. ഇല്ല സാർ, എല്ലാം നോക്കിയിട്ടുണ്ട്. ഓ അത് ശരി, അപ്പൊ ചക്രവർത്തി പോവാണല്ലേ? ഞങ്ങളും പോവാ. ഏതായാലും എന്നെ കൊണ്ട് കാല് പിടിച്ച് മാപ്പുറപ്പിച്ചല്ലേ, ഒരു ചെറിയ സമ്മാനം തരാം. അല്ലാതെ ചുമ്മാ അങ്ങ് പോയാ എനിക്ക് ഉറക്കം വരില്ല. തനിക്ക് ഷാർപ്പ് 4 o'clock എത്തണമല്ലേ? മോനെ അശോക് ഗുപ്ത, എത്തിക്കാൻ നിന്നെ. അശോക് ഡ്രൈവറോട് പറയുന്നെല്ലാം കേട്ട ശിവ അവന് നോക്കി മനസ്സിൽ പിറുവിരുത്തു. ശേഷം വേഗം താഴേക്ക് അവർ കാണാതെ ഓടിച്ചെന്നു. അവന്മാര് കാത്തിരിക്കുകയാണല്ലോ, എന്താ ചെയ്യാ ആലോചിച്ച് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് ആവണിയുടെ കസിന്റെ മോൻ, ഒരു 6-7 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയെ കണ്ടത്. അവനുമായി ഇടയ്ക്ക് ഡാൻസ് കളിച്ചപ്പോഴൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ടുട്ടു, ഹായ് ചേച്ചി. ഹായ് ചേച്ചിയല്ലേ പോവാന്ന് പറഞ്ഞു ബൈ പറഞ്ഞു പോയേ? അത് ചേച്ചി റൂമിൽ ഒരു സാധനം എടുക്കാൻ മറന്നു, അതാ. ടുട്ടു, ചേച്ചി പോവാ. അതിനുമ്പ് ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പാ ചേച്ചി? അതൊക്കെ പറയാം, മോൻ വേഗം ചേച്ചിയുടെ കൂടെ വാ. അതും പറഞ്ഞ് അവനെയും കൊണ്ട് ശിവ പുറത്തേക്ക് ഇറങ്ങി നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി അശോകിന്റെ കാറിനടുത്തേക്ക് ചെന്നു. വാട്ട് ചേച്ചി, ഇത് വേണോ ചേച്ചി? വേണം, ഈ ചേച്ചിക്ക് വേണ്ടി. ഓക്കെ ഡൺ. ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ. ഈ വണ്ടി 4 മണി കഴിഞ്ഞ് ഇവിടുന്ന് പോകും, പ്രോമിസ്. അവനവിടെ കൈകളിൽ തൊട്ട് ഉറപ്പ് നൽകി. ഒരു പുൻസിരിയോടെ ശിവ അവനെ വാരിപ്പുണർന്നു. ശേഷം അശോകിന്റെ കാറിലേക്ക് തുറിച്ചു നോക്കി. അപ്പൊ ഓക്കെ, ബൈ. ബൈ ചേച്ചി പറഞ്ഞുകൊണ്ടൊന്ന് ചുറ്റും കണ്ണോടിച്ച ശിവ പെട്ടെന്നാണ് ബാൽക്കണിയിൽ തങ്ങളെ തുറിച്ചു നോക്കുന്ന അശോകിനെ കണ്ടത്. ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു പിടിച്ച് ടുട്ടുവിന്റെ കൈ പിടിച്ച് ശിവ വേഗം അവിടുന്ന് പോയി. അശോക് പല്ലിറമിക്കൊണ്ട് നോക്കി അവളെ. ആ ചേച്ചി ഇതെങ്ങോട്ടാ? ശോ, ആ കാലമാടം കണ്ടെന്നാ തോന്നുന്നു. സാരില്ല, ചേച്ചി പൊക്കോ. ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. അതുപോരെ? താങ്ക്സ് ടുട്ടു പറഞ്ഞുകൊണ്ട് അവനെ കവിൾപ്പിച്ചുകൊണ്ട് ഒരു മുത്തം കൊടുത്തു. ശേഷം അവനോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ചിരിച്ചുകൊണ്ട് പാട്ടുപാടി തുള്ളിച്ചാടി വരുന്ന ശിവയെ കണ്ട എല്ലാവരും നോക്കി. നീ ഒരു ചാർജർ എടുക്കാൻ പോയതാണോ അത് ഉണ്ടാക്കാനോ? ഒന്ന് പാടാ. പോവാം. ആ നിക്ക്, ഒരുത്തം മുള്ളാൻ പോയിട്ടുണ്ട്, വരട്ടെ. ഒന്ന് മൂളിക്കൊണ്ട് അവൾ പുഞ്ചിരിച്ചു. നിനക്കെന്ത് പറ്റിയടി? എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ജൂയി അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനോ? ഒന്നുമില്ല. അത് കള്ളം, നിന്റെ മോൻ കണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, പറവോളെ. ശിവ അവരെ നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താ വട്ടായോ? അപ്പോഴേക്കും അങ്ങോട്ട് കാർത്തിയും വന്നിരുന്നു. ഡാ ഇവളൊന്നെങ്കിലും ചിരിക്കുന്നേ? ഒന്നുമില്ല. ഡാ മിഥുൻ, നീ വണ്ടി എടുക്ക്, നമുക്കിടുന്ന് വേഗം പോവാം. ശിവ അവനെ നോക്കി പറഞ്ഞു. അവന് വേഗം ഒരു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. ശിവ, കാര്യം പറ, എന്താ സംഭവം? പറയാം. ശിവ ടുട്ടിയെ പറഞ്ഞേൽപ്പിച്ചെല്ലാം പറഞ്ഞതും എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. നിനക്ക് പ്രാന്താണോ? അങ്ങനെ ഒരു കലിപ്പിന്റെ അങ്ങേറ്റത്ത് നിൽക്കുന്നവനാ, എന്നിട്ട് വീണ്ടും പോയി ചൊറിയാന്ന് നിൽക്കുന്നു. അതിന് അങ്ങനെ ഒരു നമ്മൾ കാണാൻ പോകുന്നില്ലല്ലോ. അയാൾക്ക് അയാളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. അവിടുന്ന് പോകുന്നത് നന്നായി, ഇല്ലെങ്കിൽ നിന്നെ നിർത്തി പൊരിച്ചെടുത്തേനെ. ഏതായാലും ഈ ബാംഗ്ലൂർ യാത്ര നിനക്ക് എന്തെന്ന് ഓർമ്മിക്കാം. അതിൽ അശോക് എന്ന വ്യക്തിയെ ഓർമ്മിക്കാനോ? അയാളെപ്പോലെ ഒരാളെ ഈ ശിവക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല. പറയുമ്പോൾ അവന്റെ കാലുകളിൽ വീണ് മാപ്പറഞ്ഞ രംഗം മനസ്സിലേക്ക് ഓടി വന്നു. ആകെ പോട്ടെ, തൽക്കാലം അശോക് ഗുപ്തൻ അവിടെ ഇരുന്ന് മുഷിയട്ടെ, നമുക്ക് നമ്മുടെ വൈബ് തുടങ്ങേണ്ടി യേഴ്സ്. പറയുന്നതോടൊപ്പം അരുൺ വണ്ടിയിൽ മ്യൂസിക്കിന്റെ വോളിയം കൂട്ടി. അശോകിന് പണി കൊടുത്തു എന്ന ചെറിയ ആശ്വാസത്തിൽ അവർ യാത്ര തുടർന്നു. ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അശോക് ബാഗിൽ നിന്ന് മെഡിസിൻ എടുത്ത് കഴിക്കുന്നത് സരസ് കാണുന്നു. ഡാശോ, ഇനി ഇതിന്റെ ആവശ്യമുണ്ടോടാ? ഇതുവരെ നിനക്കൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് കുടിച്ചു തുടങ്ങിയിട്ട് നിന്റെ ബിഹേവിയർ മാറുന്ന പോലെ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ദേഷ്യം, അതുപോലെ നിന്റെ ചില പ്രവൃത്തികൾ. ഇത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക അശോക്. ഇത് പപ്പ നിർത്തരുതെന്ന് പറഞ്ഞാൽ സരസ്. പപ്പ എപ്പോഴും നമുക്ക് നല്ലത് തരൂ. ഇതെനിക്ക് വേണ്ടിയാ, പപ്പയുടെയും അവൻ്റെ ജീവനും ജീവിതത്തിനും വേണ്ടി. അതിന് നിനക്കിപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ട് കുഞ്ഞിലുണ്ടായെന്ന് കരുതി ആ മാറാൻ നിൽക്കുന്നതാണ്. ബ്രീത്ത് പ്രോബ്ലം ഇപ്പം നിനക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അതില്ലാത്തതേ ഈ മരുന്ന് കുടിക്കുന്നുണ്ടോ? അപ്പൊ ഈ മെഡിസിൻ എൻ്റെ കൂടെ പിറപ്പാ. ഓ ഗോഡ്, പപ്പ അതുകൊണ്ട് നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കില്ല. ഏയ് സരസ്, അതൊക്കെ വിട്. ഞാൻ റെഡിയുടെ കൂടെ നൈറ്റ് പോകും. മീറ്റിംഗ് കഴിഞ്ഞ് നാളെ മറ്റന്നാളോ വീട്ടിലേക്ക് എത്തൂ. ഗ്രാൻഡ്മയോടും അമ്മയോടും പറയാൻ മറക്കണ്ട. നീ ഇപ്പോൾ പുറപ്പെട്ടു, കാർ റെഡിയാണ്. ഇപ്പോൾ ഇറങ്ങിയാൽ നാളെ നിനക്ക് നാട്ടിലെത്താം. ഓക്കേടാ, എന്നാ ഞാൻ ഇറങ്ങാം. ഇനി വൈക്കുന്നില്ല, ഞാൻ വിളിക്കാൻ നിന്നെ. ഓക്കെ. പരസ്പരം വാരിപ്പുറന്ന് കൈ കൊടുത്ത് സരസ് പുറത്തേക്ക് ഇറങ്ങി. മിഥുൻ അറേഞ്ച് ചെയ്ത ഹോട്ടലിൽ തങ്ങളുടെ റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ശിവയും കൂട്ടുകാരും. ഹോട്ടലിൽ തന്നെയുള്ള ക്യാൻറ്റീനിലേക്ക് നടക്കവേ പെട്ടെന്നാണ് മിഥുൻ്റെ ഫോൺ റിങ് ചെയ്ത്. ദാ ഒരു മിനിറ്റ്, എൻ്റെ ഫ്രണ്ടാ. അതും പറഞ്ഞ് അവൻ അല്പം മാറിയുന്നു. ശിവയും ബാക്കിയുള്ളവരും സ്റ്റെയറിങ് താഴേക്ക് നടന്നു. പെട്ടെന്ന് താഴെ എത്തിയപ്പോഴേക്കും മിഥുൻ ഓടിക്കതച്ച് ശിവയുടെ മുന്നിൽ വന്ന് നിന്നു. അവൻ്റെ ശരീരമൊന്നാകെ വിയർപ്പിനാൽ കുതിർന്നിട്ടുണ്ട്. എന്താടാ ശിവ, നീ അശോകിന്റെ കാറിന് കാറ്റൊഴിച്ചു വിടാൻ തന്നെയല്ലേ അവരോട് പറഞ്ഞ്? ആ അതെ. എന്താ മിഥുൻ? എന്തു പറ്റി? ആരുണ എല്ലാവരും സംശയത്തോടെ നോക്കി. ശിവ, അശോകിന്റെ കാർ ആക്സിഡന്റ് ആയി. ആരോ ബ്രേക്ക് മുറിച്ച് കളഞ്ഞാണെന്ന്. കാറിലുണ്ടായിരുന്ന അശോകല്ല, അശോകിന്റെ സഹോദരൻ സരസ് ഗുപ്തയാ. മരണത്തോട് മല്ലിയിട്ട് വെന്റിലേറ്റർ കിടക്കാവൻ. മിഥുന്റെ വാക്കുകൾ കേൾക്കെ ഇടിവെട്ടേറ്റ പോലെ തറഞ്ഞുപോയി ശിവ. മിഥുൻ, നീ എന്തൊക്കെയായി പറയുന്നേ? അരുണും കാർത്തിയും വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. ഡാ, ഞാൻ പറഞ്ഞ സത്യ. ഇപ്പം എന്നെ വിളിച്ച ആരതിയ, എൻ്റെ വേറൊരു കസിൻ. അവളെ വിവരങ്ങൾ പറഞ്ഞ്. അശോക ആ കാറിൽ പോയിട്ടില്ല. അശോക ആവണിയുടെ അച്ഛൻ്റെ കൂടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ പോകുന്ന സരസ് നേരത്തെ നാട്ടിലേക്ക് പുറപ്പെട്ടു ആ കാറിൽ. സത്യം പറഞ്ഞാൽ അവൾ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഈ ടുട്ടുവിനെ പറഞ്ഞ കാര്യം ഓർത്ത്. മിഥുൻ, ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം ശാന്തമായി വിളിച്ചു ശിവ. അവൻ ചെറിയ കുട്ടിയല്ലേ, അവനിങ്ങനെ ബ്രേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. മാത്രമല്ല അവനോട് ഞാൻ ടയറിൻ്റെ കാറ്റൊഴിച്ചു വിടാനല്ലേ പറഞ്ഞ്. അതെ മിഥുൻ, ശിവ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ആരതി ഒന്നുകൂടെ വിളിക്കും. എന്നിട്ട് കാര്യം പറ. മറ്റാരോടും പറയുന്നതൊന്നും പറയണം. എന്നിട്ട് ടുട്ടുവിനോടൊന്ന് ചോദിക്കാൻ പറ. അരുൺ മിഥുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനെന്തായാലും അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് മിഥുൻ വേഗം ഫോണെടുത്ത് ആരതിയെ വിളിച്ചു. ആരതിയോട് ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനത്തോടെ സംസാരിച്ചവൻ. ഡാ, അവളെന്ത് പറഞ്ഞു? അവൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ടുട്ടു താഴെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക. അവന് റൂമിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ശിവയ്ക്ക് തന്നെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. തിരികെ ആരതിയുടെ ഫോൺ കോളിനായി കാത്തിരുന്നു അവൻ. ശിവ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവളുടെ കൂട്ടുകാരെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എന്തോ സരസിനോർത്തപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദന പടരുന്ന പോലെ തോന്നി അവൾക്ക്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതും ആരതിയുടെ കോൾ വന്നു. മിഥുൻ ഫോൺ ശിവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സ്പീക്കറിൽ ഇട്ടു. ഹലോ ആരതി, നീ അവനോട് ചോദിച്ചോ? മിഥുൻ, അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലെന്നാ പറഞ്ഞ്. നീ തന്നെ ചോദിച്ചു നോക്ക്. ആരതി പറയുന്നതായിട്ട് എല്ലാവർക്കും ഒരുപോലെ ശ്വാസം തിരിച്ചിട്ടിയ പ്രതീതിയായിരുന്നു. ഹലോ മോനെ ടുട്ടു, ഇത് ശിവേച്ചിയാ. ഹായ് ചേച്ചി. ചേച്ചി ഇപ്പം എവിടെയാ? സോറി ചേച്ചി, ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനവിടെ ചെന്നപ്പോൾ അപ്പോഴേക്കും ഡ്രൈവർ വരുന്നുണ്ടു. അപ്പം ഞാൻ ആരും കാണാൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അയാൾ പോയിട്ട് ചെയ്യാമെന്ന് എഴുതി. പക്ഷെ കുറേ സമയം നോക്കിയിട്ടും പോകുന്നില്ല. അപ്പോഴാ അതുവഴി എൻ്റെ പപ്പയും കൂട്ടുകാരും വന്ന്. പപ്പ എന്നെ കണ്ട് എന്നെയും കൊണ്ട് അകത്തേക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് ചേച്ചി പറഞ്ഞ പോലെ ചെയ്യാമെന്ന് കരുതി ചെന്നപ്പോൾ കാറിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് അശോകങ്കിളിനെ കണ്ടത്. അപ്പം ഞാൻ തിരികെ വീട്ടിലേക്ക് തന്നെ കയറി ചേച്ചി. കുറച്ച് കഴിഞ്ഞ് സരസങ്ങൾ കാറി കയറി പോകുന്ന കണ്ടത്. ഒരു നിഷ്കളങ്കതയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിവയിലും ബാക്കിയുള്ളവർക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. മോനെ ടുട്ടു, എന്നാൽ ചേട്ടൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ മിഥുൻ ചേട്ടാ. ആൻ ഫോൺ കട്ട് ചെയ്തും മിഥുൻ ശിവയെ നോക്കി. ഹോ, ഇപ്പോഴാണ് ആശ്വാസമായത്. ഇല്ലെങ്കിൽ ശിവ, അശോക് നിന്നെ വെച്ചേക്കില്ല. അശോകിന്റെ ട്വിൻ ബ്രദറാണ് സരസ്. ഒരേ മുഖച്ചായില്ലെങ്കിലും രണ്ടും ഒറ്റ കെട്ടാ. സരസ് ഒരു കൂടപ്പിറപ്പുന്നതിനപ്പുറം ഒരു നല്ല കൂട്ടുകൂടെ അവന്. അവനെന്തെങ്കിലും പറ്റിയാ അത് അവനൊരിക്കലും സഹിക്കില്ല ശിവ. സഹിക്കില്ലെന്ന് മാത്രമല്ല, അതിന് കാരണക്കാരായവരെ ഒരിക്കലും വെറുതെ വിടുകയും ചെയ്യില്ല. മിഥുൻ പറയുമ്പോൾ വേദനയോടെ നോക്കി ശിവ അവനെ. മിഥുൻ, ഒരു പക്ഷെ ടുട്ടു അത് ചെയ്തിരുന്നെങ്കിൽ സരസിനിങ്ങനെ വരില്ലായിരുന്നു. ശിവ, അതേ മിഥുൻ, ഒരു പക്ഷെ വണ്ടി പഞ്ചറായതുകൊണ്ട് അവർ വേറെ കാറിപ്പോയില്ലായിരുന്നു. പക്ഷേ മാത്രമല്ല, നീ പറഞ്ഞില്ലേ മിഥുൻ, അതിന് കാരണക്കാരായാലും അശോക് വെറുതെ വിടില്ലെന്ന്. ഇന്ന് അശോകിൻ്റെ കണ്ണിൽ ശിവയായിരിക്കും അതിൻ്റെ കാരണക്കാരി. ശിവ, നീ എന്തൊക്കെ ഭ്രാന്തി വിളിച്ചു പറയുന്നു? അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ശിവ, ഡാ, ഞാനും ടുട്ടു ആ കാറിനടുത്ത് നിൽക്കുന്നെല്ലാം ബാൽക്കണിയിൽ നിന്ന് അശോക് കണ്ടിരുന്നു. ഓ ശിവ, എന്നിട്ട് നീ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്? ശിവ, നീ പറഞ്ഞ പോലെ അശോക് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൽ തെറ്റുകാരി നീ മാത്രമായിരിക്കും ശിവ. മിഥുൻ, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കിയാലോ? ഏത് ഹോസ്പിറ്റലാണ് നീ ആരതി വിളിച്ചൊന്ന് അന്വേഷിക്കുക. നീ നിനക്കെന്താ ഭ്രാന്താണോ? നിന്നിപ്പോൾ അയാളെങ്ങനെ കണ്ട പച്ചക്ക് കത്തിക്കും. സാറല്ലാരും, എന്നാൽ അവിടെ കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ, ഒരു നല്ല വ്യക്തിയല്ലേ.
സ്വന്തം സഹോദരന്റെ ഭാഗത്തെ തെറ്റിന് പോലും എന്നോട് മാപ്പി ചോദിക്കാൻ കാണിച്ച മനസ്സ്. ശിവ, നീ പറഞ്ഞൊക്കെ ശരിയാ. അശോകിനെ വെച്ച് നോക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കും വെറുപ്പ് കാണിക്കാതെ പെരുമാറുന്ന വ്യക്തി തന്നെയാണ് സരസ്. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. കാരണം അശോക് നീ കരുതുന്ന പോലെയല്ല, പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ. ജനിച്ച നാളെ തൊട്ട് അവന്റെ കൂടെ ഊണിൽ ഉറക്കത്തിനുള്ളവനാ സരസ്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ തളർത്തുന്ന അശോകിനെ ആയിരിക്കും. ആ സ്ഥിതിക്ക് ഇപ്പൊ അവിടേക്ക് പോകുന്ന കാര്യം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ ശിവ, മിഥുൻ പറയുന്നതന്നെ ശരി. പിന്നെ ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് ആവണിയുടെ അച്ഛന് വെറുതെ ഇരിക്കില്ല. ഏതായാലും ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ CCTV ഫോട്ടോസ് നോക്കിയിട്ടുണ്ടാവും. അതിൽ ഇത് ചെയ്ത ആരാണെന്ന് തെളിഞ്ഞാ ശിവ അത് നീയല്ലെന്ന് ബോധ്യായിക്കോളും. തൽക്കാലം അതുവരെ നീ ക്ഷമിക്കുക. മിഥുൻ പറയുമ്പോൾ ഈ ചതിൽ തനിക്ക് പങ്കില്ലെന്ന് അശോകിന് മുമ്പിൽ തെളിയിക്കണമെന്ന് അവളുടെ മനസ്സും മന്ത്രിച്ചുകൊണ്ടിരുന്നു. ശിവ, ഇതും പറഞ്ഞാൽ ശരി. നീ അല്ല ചെയ്യുന്ന മനസ്സിലാകുമ്പോൾ നമുക്ക് ചെന്ന് കാണാൻ സരസിനെ. അതുവരെ നീ ഈ കാര്യം ചിന്തിക്കണ്ട. സത്യങ്ങൾ മനസ്സിലാക്കാതെ അശോകിനെ ഉമ്മിച്ചെന്നാൽ അവൻ നിന്നെ വെച്ചേക്കില്ല. നീ വാ ശിവ, ഇവിടെ ഇരിക്കേ പറഞ്ഞുകൊണ്ട് ജോയി അവളെ പിടിച്ചടുത്തുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുത്തി. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അപ്പോഴും അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. അശോകിന്റെ അവസ്ഥ ഓർക്കുമ്പോഴും പേരറിയാത്തൊരു നോവും മനസ്സിൽ നീറിപ്പോയെന്ന് അവൾ അറിഞ്ഞു. കൂട്ടുകാരറിയാതിരിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ പാടുപെട്ടു അവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. പ്രിയമുള്ളവരെ, കടുത്ത ജലദോഷം കാരണം കഥ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം കഥ ഇല്ലാതിരുന്ന് 1-2 ദിവസം കൂടെ ക്ഷമിക്കുക. എല്ലാം ശരിയായിട്ട് തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ ഒത്തിരി പേരുടെ പ്രാർത്ഥന കൂടെയുണ്ട്. സഹകരിക്കുക.